സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് എഗ്ഗ് വെച്ചിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ കീറ്റോ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. നമ്മളിതിൽ ഒരുപാട് ഓയിലോ വെളിച്ചെണ്ണ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. ആകെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് 1 ടീസ്പൂണ് ഓയിലല്ല വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് ഇത് ആവിയിൽ വേവിക്കണ ഒന്നാണ്. അപ്പോൾ നോക്കാം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. ഇപ്പം ഞാനിവിടെ എടുത്തേക്കണത് ഒരു ഇഡ്ഡലി തട്ടാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കീറ്റോ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർ ഒരു വെളിച്ചെണ്ണയല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ആയിരിക്കും അവർക്ക് കൂടുതൽ നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 4 മുട്ടയാണ്. അപ്പോൾ ഓരോന്നും അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 4 എഗ്ഗും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കാൻ വേണ്ടി കൂടുതൽ സമയമൊന്നും വേണ്ട. ഒരു 3 മിനിറ്റ് മാത്രം മതി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു 3 മിനിറ്റ്, കാരണം നമ്മൾ എഗ്ഗിൻ്റെ ഷെല്ലൊക്കെ മാറ്റിയിട്ടല്ല നമ്മളിത് ആവിയിൽ വേവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയം എടുക്കില്ല. ഒരു 3 മിനിറ്റ് അത് തന്നെ മതി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്കിത് ഇനി വേവിക്കാൻ വേണ്ടി വെക്കാം. ഞാൻ അപ്പച്ചെമ്പ് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒഴിച്ചതിന് ശേഷം അത് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി മൂടി വെച്ച് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തിളച്ച വെള്ളമായതുകൊണ്ട് തന്നെ പെട്ടെന്നത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് ആയപ്പോഴത്തേക്കും എഗ്ഗ് നന്നായിട്ട് കുക്കായി. ഈവൻ ഉണ്ണി അടക്കം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ വേണ്ടെങ്കിൽ, അതായത് ഒരു ബുൾ സൈഡ് ആ ഒരു പരുവമാണ് വേണ്ടത് എങ്കിൽ ഈ ഒരു 3 മിനിറ്റ് വെക്കണ്ട, ഒരു 2 മിനിറ്റ് വെച്ചാലും മതി. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സമയം കൂടുതലോ അതായത് 2 മിനിറ്റോ 3 മിനിറ്റോ വെക്കാം. ഇനി നമുക്ക് ഈ കുക്കായിട്ടുള്ള എഗ്ഗെല്ലാം നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് പെട്ടെന്ന് തന്നെ കിട്ടും, കാരണം നമ്മൾ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുത്തത് കൊണ്ട് ഇത് ഒട്ടും അതിൽ ഒട്ടിപ്പിടിക്കില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഇതേപോലെ തന്നെ ഒരു സ്പാറ്റിൽ വെച്ചിട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളൊരു മസാല തയ്യാറാക്കാം. ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ളൊരു മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇവയാണ് ഞാനതിൽ ചേർത്തേക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാനൊരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളകിൽ ഒരു പകുതി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പാനിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കണ മസാലക്കൂട്ടും അതേപോലെ തന്നെ എഗ്ഗും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റോളം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ഈ മസാലയൊക്കെ എഗ്ഗിൽ നന്നായിട്ട് പിടിക്കും. അപ്പോൾ നല്ല എരിയും ഈ മസാലയുടെയൊക്കെ ചൊവയുണ്ടാകും. മസാലയുടെ ഇതൊക്കെ അതിൽ പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം മുളക് പൊടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതുകൊണ്ട് അധികം എരി ഉണ്ടാവില്ല. സാധാ മുളക് പൊടിയാണ് ഉപയോഗിക്കണതെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാ മുളക് പൊടി ആണെങ്കിൽ 1 ടീസ്പൂൺ എടുത്താൽ മതി കേട്ടോ.
വളരെ സിമ്പിളായിട്ടുള്ള അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം.